കല്യാണ സദ്യയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിയായ പൈനാപ്പിൾ പച്ചടി ഇന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ പൈനാപ്പിളിനെ പകുതിയായാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അതുപോലെ കട്ട് ചെയ്യുക. അല്ല നിങ്ങൾക്ക് വേറെ വല്ല രീതിയിലാണ് കട്ട് ചെയ്യാൻ എളുപ്പമെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കണം. ഇത് പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പകുതിയിലും കട്ട് ചെയ്തപ്പോൾ ശകലം കൂടുതലുണ്ട്. ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ നടുവശത്തും എല്ലാം പോകുമ്പോഴേക്ക് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അത് കാരണമാണ് ഞാൻ ഒരു ശകലം കൂടുതലാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ചെറുതാക്കി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇനി നമുക്കിതിൻ്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഈ കഴുതച്ചൊക്കെ കണ്ടില്ലേ, നല്ല പോലെ ഒരുപാട് പഴുത്തതല്ല, ഇനി ശകലം പഴുക്കാൻ ബാക്കിയിരിക്കുന്ന പോലെ ഉണ്ടായിരിക്കണം. അല്പം ഒരു പുളിയുള്ള കഴുതച്ചക്ക എടുക്കണം. കാരണം ഒരുപാട് മധുരമായി പോയാൽ നമ്മുടെ പച്ചടി മധുരം കൂടുതൽ തോന്നിക്കും. ഇനി ഇതിനെ നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഇനി ഇതിനെ കട്ട് ചെയ്ത് തൊലിയെല്ലാം പോക്കി ഇതിൻ്റെ നടുക്കിൽ ഇത്രയും ഇതിൻ്റെ തൊലി കളയണം. പിന്നെ ഈ നടുക്കുള്ളതും നമുക്ക് ആവശ്യമില്ല. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ചില ആളുകളിത് പല വിധത്തിൽ ഇതിൻ്റെ മുള്ള് കളയാറുണ്ട്. പക്ഷേ എനിക്ക് കുറേ എളുപ്പത്തിൽ തോന്നുന്നത് ഈ തരത്തിൽ കട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെ ഇത് നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിനെ നടുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതിനെ ചെറിയ കഷ്ണമാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. കൈതച്ചക്കയുടെ കഷ്ണത്തിനെ നമുക്ക് നടുവശം ഒഴിവാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ വളരെ ചെറുതാക്കി കട്ട് ചെയ്യാം. ഇത് ചെറുതാക്കി കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് വരിക. ഇത് ഈ കൈതച്ചക്കയ്ക്ക് ശകലം വേവുണ്ട്, എന്നാലും അത്ര കൂടുതൽ വേവില്ലാന്ന് തന്നെ. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുത്ത് വരാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വേവിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് ഇടുവാണ്. രണ്ട് പച്ചമുളക് ഇതിനകത്തേക്ക് കീറിയിടുകയാണ്. ഞാനിതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. രണ്ട് മൂന്ന് കറിവേപ്പില, ഒരു ശകലം വെള്ളം. ഇതിന് ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്, അത് കാരണം ശകലം ഒരു വെള്ളം ഒഴിക്കാമെന്നുള്ളൂ. ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് വേവണം. കുറച്ച് വേവുള്ള സാധനമാണ്, അത് കാരണം നമുക്ക് തേങ്ങ അരച്ച് വരാം. അപ്പോഴേക്ക് ഞാനിവിടെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ 2 പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് 2 എണ്ണം, പിന്നെ ഒരു ശകലം കടുകും. ഇത് അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ അരയ്ക്കണം. ഞാൻ ഇതിൽ വേറെ ഒന്നും ജീരകം ഒന്നും ചേർത്ത് അരയ്ക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വരാം. നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർക്കാൻ 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കട്ട തൈര് തന്നെയാണ് അതിലേക്ക് ചേർക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചാണ് ഈ തൈര് ഉടച്ചിരിക്കുന്നത്. നല്ല കട്ട തൈരായിരുന്നു. മിക്സിയിലൊന്നിട്ട് അടിച്ച് വെള്ളം പോലെ ആക്കരുത്. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് നമുക്ക് തൈര് ഇതിൽ ചേർക്കാൻ വേണ്ടത്. നമ്മൾ കഴുതച്ചക്ക നല്ലപോലെ വെന്തോ ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ
നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ശകലം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഉടച്ച് ഈ തേങ്ങയും കൂടി ഇതിൽ ചേർക്കാം. ഉപ്പ് ഇനി ചേർക്കാം. ഉപ്പ് ഞാനിപ്പോൾ ശകലേ ചേർക്കുന്നുള്ളൂ, പിന്നെ വേണമെങ്കിൽ നമുക്ക് പാകത്തിന് ചേർക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് ഉടച്ച് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഇതൊന്നും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തേങ്ങ ഒരുപാട് വേവേണ്ട കാര്യമില്ല. തേങ്ങ ഇത് നല്ലപോലെ ഒരു തള വന്ന് കഴിയുമ്പോൾ നമുക്ക് തൈര് ഉടച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ തൈര് ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം നമുക്ക് ഇറക്കാം. ഇത്തിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഒരു മധുരവും പുളിയും ഉപ്പും എല്ലാം ചേർന്നിരിക്കുന്നുണ്ട്. ആവശ്യത്തിനെല്ലാം ഉണ്ട്. ഇനി ഇതിന് നമുക്ക് കടുക് വറക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിനൊപ്പം തന്നെ നമ്മൾ ഒരു ശകലം ഉലുവ ഞാൻ ഇതിന് ചേർത്തിട്ടുണ്ട്. മോരിൻ്റെ ഏത് കറി ഉണ്ടാക്കുമ്പോഴും അതിൽ ഉലുവ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് മുളകിടാം, കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ആ പച്ചടിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം. എന്നാൽ വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്.